ശ്രീ MK ഹരിദാസ്, ഈ വിവാദ ഉത്തരവ് പുറത്തു വന്നു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അത് പിൻവലിക്കുന്നത്. നോക്കൂ, ഈ പ്രതിഷേധവും വിവാദവുമൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് ചിന്തിച്ചുവോ ഈ ഉത്തരവിന് എന്ത് സംഭവിക്കുമെന്ന്? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രഹസ്യമായിട്ട് ഈ ഉത്തരവിന്റെ പേരില് അവിടെ വരുന്ന ശാസ്ത്രജ്ഞരെ മടക്കി അയച്ചിരുന്നുവെങ്കിൽ ശാസ്ത്രജ്ഞർ അവരുടേതായിട്ടുള്ള സംസ്കാരത്തിൽ അത് പുറത്തു പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഇത് പുറത്തറിയാൻ പോകുമായിരുന്നില്ല. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് ലീക്ക് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് പിൻവലിക്കേണ്ടി വന്നു. കാരണം ഇത്തരത്തിലുള്ള ഉത്തരവ് നിലനിൽക്കുന്ന സംസ്ഥാനമല്ല കേരളം. അതിന് അതിൻ്റെതായ ശക്തമായ വില നൽകേണ്ടി വരും എന്നുള്ള ബോധം ഇത് ആരാണോ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോ കുറെ നേരം സംസാരിച്ചിട്ടുള്ള പല വ്യക്തികളും പറയുന്നത്, പല വ്യക്തികളല്ല, പ്രത്യേകിച്ച് കുസാറ്റിലെ ശാസ്ത്രജ്ഞ ശ്രീ അജിൽ കോട്ടായി എന്ന് പറയുന്ന അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഈ കാര്യത്തെ കുറിച്ചിട്ട് പറയാൻ ഒന്നുകിൽ മടിയായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കേണ്ട അങ്ങനെ ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം അദ്ദേഹം ശാസ്ത്ര സംബന്ധമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് എത്തിയത്. അതുകൊണ്ട് ദയവായി അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് വലിച്ചിഴക്കേണ്ട. രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നേതൃത്വമോ അറിഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കില്ല, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വീഴ്ചയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ശ്രീകൃഷ്ണരാജ്, ഈ മുഖ്യമന്ത്രി ഇത് പിൻവലിക്കുന്നതോടുകൂടി ആരാണ് ഇത് ഇറക്കിയതെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയെടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് അല്പം വളച്ചു കെട്ടിയിട്ട് ഞാനിത് കൊണ്ടുവന്നത്. തയ്യാറാവില്ല. കാരണം ഇത് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ, ഒരു ചീഫ് സെക്രട്ടറിക്ക്, ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇറക്കാവുന്ന ഒരു ഉത്തരവല്ല ഇത്. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ 27 കൊല്ലം മുമ്പ് നമുക്ക് സുനാമി വരുന്നതിനെ കുറിച്ച് ചെറിയൊരു മുന്നറിയിപ്പ് നൽകാൻ പോലും ഈ ഉപഗ്രഹങ്ങൾക്ക് ഒന്നും സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 1-2 സിനിമകളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ശാസ്ത്രജ്ഞരുടെ, ശ്രീ അജിൽ കോട്ടായിയെ പോലുള്ളവരടക്കമുള്ള ശാസ്ത്രജ്ഞരുടെ സേവനം നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ പെട്ടിമുടിയിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ലെന്ന് നമുക്ക് സംസ്ഥാന സർക്കാർ ഈ ചൂരൽമലയിലും അതുമാതിരി തന്നെ മുണ്ടക്കയിലും അന്തം വിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ സംസാരിച്ചവരെല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്രം കൃത്യമായിട്ട് ഇടപെടുകയും കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ സേവനം ഇവിടേക്ക് വരികയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതിനേക്കാൾ കൂടുമായിരുന്നു. ഇപ്പൊ രക്ഷപ്പെട്ടവരിൽ പലരെയും വീണ്ടും നമുക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് എന്ത് വേണ്ടത്, ഇത്തരം ശാസ്ത്രജ്ഞരുടെ സേവനം തേടി അങ്ങോട്ട് പോകേണ്ടത്. നമ്മൾ പെട്ടിമുടിയിൽ നിന്നും ഒന്നും പഠിച്ചില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പെട്ടിമുടിയിൽ നിന്നും പഠിച്ചിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമായിരുന്നില്ല. അപ്പൊ ഇനി ഒരു മുണ്ടക്കൈ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം തന്നെയാണ് വേണ്ടത് എന്ന ബോധമില്ലാതെ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിട്ട് അത് 24 മണിക്കൂറോ 12 മണിക്കൂറോ കൊണ്ട് പിൻവലിച്ചതുകൊണ്ട് ഈ പ്രശ്നം തീരില്ല. സതീഷ് ഗോപി അങ്ങ് ഇവിടെ വളരെ ഇന്നസെന്റ് ആയിട്ട് ഒരു ബോധവൽക്കരണത്തിന്റെ കാര്യം പറഞ്ഞു, കാലിഫോർണിയയുടെ കാര്യം പറഞ്ഞിട്ട്. അങ്ങേക്കൊരു കാര്യം അറിയോ, 496 ഒഴിവുകൾ നമ്മുടെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിൽ നികത്താനുണ്ടായിട്ട് ഏകദേശം 16 മാസമായി. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞാൻ ഈ ചർച്ചയിൽ പറയേണ്ട, പ്രത്യേകിച്ച് അങ്ങേപ്പോലുള്ള വ്യക്തിക്ക് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. 496 ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത ഒരു സർക്കാരാണോ ഇവിടെ ഓരോ വീട്ടിൽ വന്നുകൊണ്ട് നാളെ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ പോകുന്നത്? കൃത്യമായിട്ട് റേഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണോ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായാൽ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി വീടുകളിലേക്ക് ബോധവൽക്കരണത്തിന് ആളുകളെ അയക്കാൻ പോകുന്നത്? അതൊക്കെ നമ്മളെപ്പോലുള്ളവരൊക്കെ ചിന്തിച്ചു പോകുന്നു. ഇത്തരത്തിലൊക്കെ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്കൊക്കെ ചിന്തിച്ചു പോകാം. അത് പോയിട്ട് അതിന്റെ 8 അകലത്ത് പോലും എത്താൻ സാധിക്കാത്ത വിധത്തിലാണ് നമ്മുടെ നിൽപ്പ് എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുകയാണ്. കാരണം ഇതിനേക്കാൾ വലിയ ഒരു ദുരന്തം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറിയൊരു ദുരന്തം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ഈ നിലവിലെ സർക്കാരിന് അറിയില്ല എന്നുള്ളത് ജനങ്ങളെ ഭയചകിതരാക്കുന്നുണ്ട് എന്നുള്ള ബോധമെങ്കിലും ഈ സർക്കാരിന് ഉണ്ടാവേണ്ടത് അടിയന്തിരമായ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത്തരം ഒരു സംഭവത്തിൽ പകച്ചുപോയി നിൽക്കുന്ന സർക്കാരല്ല നമുക്ക് വേണ്ടത്. ഞങ്ങൾ കൂടെയുണ്ട്, ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ള നിലയ്ക്ക് പറയുന്ന സർക്കാരിനെയാണ് ആവശ്യമുള്ളത്. കാരണം ശ്രീ സതീഷ് ഗോപിക്ക് അതിനൊരു മറുപടി പറയാനുണ്ട്. അങ്ങ് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ ദുരന്ത നിവാരണം എന്നൊരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം പറയുന്നു, ഇതിൻ്റെ ഇത്ര എഫക്റ്റുകൾ ഉണ്ടായി,
പകരം ഇതിൻ്റെ ആഘാതം കുറച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നതിനും ആ ഒരു സ്റ്റാൻസിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് പറയുന്ന കാര്യങ്ങളോട് ഞാൻ 100% യോജിക്കുന്നു. ഒരുപാട് വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ എല്ലാം പരിഹരിച്ച് പോകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. എല്ലാം പരിഹരിച്ച് പോട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ശരി, ഏതായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരെ ട്രോളാൻ വേണ്ടി പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന്. അതിപ്പോൾ മുണ്ടക്കൈയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നാക്കി മാറ്റേണ്ടി വരുന്ന അവസ്ഥയാണ്.